ഓക്കെ, അപ്പോൾ ഡി ആർ വി വേഴ്സസ് എച്ച് എഫ് വാറാണ്. എച്ച് എഫ് വാർ വിളിച്ചു, ഡി ആർ വി ആക്സെപ്റ്റഡ് അറ്റ് സാൻഡി. എച്ച് എഫ് ഉണ്ട്, ഡി ആർ വി ഉണ്ട്. ഹെൽപ്പർ വേഴ്സസ് തറവി. അത് പൊടിയാണല്ലേ, ഞാൻ ടെക്സ്ചർ പോയതാണ്. എന്തായിരുന്നു വാർ റീസൺ? വാർ റീസൺ മറ്റേ മീറ്റിംഗ് കാണാൻ പറ്റില്ല, പക്ഷെ കുറച്ച് വാങ്ങണ്ട്. ഡിമോട്ടേഴ്സിൽ പോയിട്ട് എച്ച് എഫ് ചെയ്ത കുറച്ച് ആൾക്കാർ മുള്ളി, അതാണ് വാർ റീസൺ. എച്ച് എഫ് അല്ല, ഡിമോട്ടേഴ്സിന് മറ്റേ ഡീലർഷിപ്പിൽ പോയിട്ട് മൂത്രം ഒഴിച്ചു എന്ന് പറഞ്ഞിട്ടാണ് റീസൺ. ഡീലൊക്കെ ഉണ്ട് കേട്ടോ, ഡിമാൻഡൊക്കെ വെച്ചിട്ടുണ്ട്. അതായത് എച്ച് എഫ് ജയിക്കുവാണെങ്കിൽ ഡിമോട്ടേഴ്സിത്തെ 2 വണ്ടി എച്ച് എഫിന് കൊടുക്കണം. അതായത് അവർക്ക് ഇഷ്ടമുള്ള വണ്ടി എടുക്കാന്ന്, അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ഇപ്പോൾ ഡി ആർ വി ജയിക്കുവാണെങ്കിൽ ഡി ആർ വി ജയിക്കുവാണെങ്കിൽ എച്ച് എഫ് ഒരു ഗണ്ണ് കൊടുക്കും. അതാണ് ഡീൽ. ഫസ്റ്റിന് വണ്ടി പറഞ്ഞത്. പിന്നെ ഡിമാൻഡ് വെച്ചിട്ടുണ്ട്, കോമൺ വണ്ടിയാണ്. 10 വേഴ്സസ് 10 ആണെന്ന് തോന്നുന്നുണ്ട്. 10 ആണോ? 9 പേരുള്ളല്ലോ. 9 വേഴ്സസ് 10 ആണ്. ഒരു എച്ച് എഫ് 10 പേരുണ്ട്, ഡി ആർ ബി 9 പേരുള്ളതാണ് കേട്ടോ. രണ്ട് 4 6 5 വണ്ടി എടുത്തിട്ടുണ്ടാ ഡി ആർ വി. അടിയൊന്നും ആയിട്ടില്ല ഇതുവരെ. കണ്ട് പക്ഷെ എനിക്കൊന്നും ആളില്ലാത്തതാണ്. ഇത്രേ ഉള്ളൂ. 8 9. ഹലോ, നിങ്ങൾ വാറടിക്കുന്നതാണാ? വണ്ടി മാറ്റാൻ വരും. വാറടിച്ചിട്ടില്ല. വാറടിച്ചിട്ടുണ്ടോ? ഒരെണ്ണം അടിച്ചിട്ടുണ്ടോന്ന് ഒരു സംശയം. വാറാണ്. ഒരു 5 വണ്ടി ഉണ്ട്. ഇപ്പൊ എത്ര ഗ്യാങ് ഉണ്ട്? ഇപ്പോ 3 6 9 11 ഗ്യാങ് ഉണ്ട് ഇപ്പോ. ഓക്കെ, ഒരു വണ്ടി അവർ കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഒരു കണ്ടുകൊണ്ടിട്ടുണ്ട് ദിവസം. ഇപ്പോൾ കൊണ്ട് ഫ്രണ്ട്ലിയാണ്, വലിയ പ്രശ്നം പിടിച്ച സിറ്റുവേഷൻ ഒന്നല്ല. എടാ എവിടെ? മീറ്റിംഗ് നൈസായിരുന്നു, പക്ഷേ മീറ്റിംഗ് കാണാൻ പറ്റിയില്ല. ഡി വി അടിച്ച പോലെ. ഡി വി അടിച്ച് അത് അവരെതിരെ കളഞ്ഞോട്ടെ. പ്ലെയിൻ ക്രാഷ്.
ഭയങ്കര ചൂടല്ലേ ഇതിൻ്റെ അകത്തൊക്കെ. ഓ ദേ വന്നിരിക്കുന്ന സ്റ്റെപ്പ്. രണ്ട് വണ്ടി ഉണ്ട് ഇവിടെ. 5 എവിടെ വണ്ടി മറിഞ്ഞ്. ഓ ശരിയായി. അയ്യോ ഒന്നും അറിയില്ല ആണ് കോമൺ വണ്ടി അങ്ങനെ എനിക്ക് അറിഞ്ഞൂടാ. ചാൻസ് കുറവാണ്. ഓ എച്ച് എഫ് ഇറങ്ങി അടിക്കുന്നത്. ഓ അവിടുന്ന് DRV ഇറങ്ങി അടിച്ച്. 10 vs 10 ആണ്. പക്ഷെ ഓ എൽഫയർ അപ്പത്തിനൂടെ എത്തിയിരുന്ന. ഓ DRV ഇറങ്ങി അടിച്ച്. സ്റ്റാലിൻ ഒറ്റക്കാ. BJ പപ്പു വരുന്നുണ്ട്. പപ്പുൻ്റെ ആർമർ പോയി. ഓ അടിയായി ചേട്ടാ. ഓക്കെ ശങ്കരൻകുട്ടി മേനോൻ ഡൗൺ DRV. കില്ലോ ഹൈസ് ഡൗൺ DRV. BJ പപ്പു ഡൗൺ HF. ചാർലി ഡേവിഡ്സൺ HF. ജെയ്മോൻ HF. 3 HF ഡൗൺ. ഓ അവിടുന്ന് DRV ഇറങ്ങി അടിച്ചു ചേട്ടാ. കളിപ്പുള്ള അഡോണിസ്. സാലിൻ ജോൺ നേരത്തെ അവര് കവർ കൊടുക്കുന്നില്ലേ? കാളിദാസൻ അവരടിക്കണ ഇപ്പൊ വീഴും. ഓ ചന്ദ്രോദാസ് റോണായി. പ്രണവിനും ബാക്കിൽ നിന്നും കിട്ടുന്ന ഫ്രണ്ടിൽ നിന്ന്. പക്ഷെ ബാക്കിൽ നിന്ന് അടിക്കുന്ന കൊള്ളുന്നില്ലേ? ആ കൊള്ളുന്നുണ്ട്. അച്ചു എക്സ് 2 വീക്ക് എടുത്ത്. റോമനെ അടിച്ചോ. ഒരു ബ്ലേസ്. ഓ എടേ കഴിഞ്ഞാ. HF 9 പേര് ഡൗൺ ആയിട്ടുണ്ട് ഇവിടെ. ഇല്ല ഓൾ ഡൗൺ ആയി. ആ 9 പേര്. എടേ HFനെ ഓൾ ഡൗൺ ആക്കി. DRV എത്ര? 1 2 3 പേര് ബാക്കിയാ. DRV 3 പേര് ബാക്കിയാട്ടാ. അഞ്ച് 6 6 7 6 പേര് അല്ല 7 പേര് ഡൗൺ. ഓക്കെ DRV 3 പേര് ബാക്കി. HF ഓൾ ഡൗൺ ആയി തോന്നുന്നുണ്ട്. ഇട്ടിട്ടില്ല എന്നാലൊരു DRVയുടെ ബിസിനസ് ഡിമോട്ടോസിൽ കയറി മുള്ളിയ കേസാണ്. ഇപ്പം അങ്ങനെയൊക്കെയാണ് സിറ്റുവേഷൻ കേട്ടോ. ബർഗർ ശരിയില്ലെന്ന് കേട്ടോ. ജിമ്മിലത്തെ എന്താ പ്രോട്ടീൻ പൗഡർ ശരിയില്ലെന്ന് കേട്ടോ. പച്ചക്കറി ശരിയില്ലെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ എടുക്കുന്നത്. നല്ലതാ. വലിയ വൾഗറാവാറില്ല അധികം. പിന്നെ അറിഞ്ഞുകൊണ്ട് എടുക്കുന്ന കുറച്ച് സിറ്റുവേഷൻ ഉണ്ട്. ലൈക്ക് അങ്ങനെ ആവാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് കുറവന്നാലും അവർ ഇപ്പോൾ റെസ്പോണ്ട് ചെയ്തിട്ടില്ല.
ഹോൾഡ് ഓൺ ആണോ എച്ച് എഫ്? എച്ച് എഫ് റെസ്പോണ്ട് ചെയ്യുന്നില്ല. എന്നാലും ഉണ്ടാ 10 പേര് ഡൗൺ ആയിന്ന് തോന്നുന്നു. അവിടെ 10 പേര് വെച്ചിട്ടാണ് ഡിമാൻഡ്. ലൈക്ക് എഫ് പി ഇട്ടിട്ട് 10 വേഴ്സസ് 10 കളിച്ചത്. കറക്റ്റ് ഓർമ്മയില്ല DRV ഇതിന് മുമ്പ് വാർ അടിച്ചിട്ടുണ്ടോ ഇല്ലെന്നുള്ളത്. ഒരെണ്ണം അടിച്ചിട്ടുണ്ടോന്ന് ഡൗട്ടുണ്ട്. എന്താ റെസ്പോണ്ട് ചെയ്യാത്ത? ജി ജി ഓക്കെ. പ്രണോസേട്ടൻ ജി ജി ഇട്ടു. അതിൻ്റെ അർത്ഥം ഹോൾഡ് ഓൺ ആയെന്നാണ്. ഓക്കെ, അപ്പോൾ ജി ജി കുഴപ്പമില്ലാത്ത പറയായിരുന്നു. നല്ല പറയായിരുന്നു. സംസാരിക്കുന്നത് കാണിക്കാൻ പറ്റില്ല, പക്ഷേ മിസ്സായിരുന്നു. അപ്പോൾ ജി ജി.